എവിടുന്ന് കുറ്റിയും പറിച്ച് വരുന്നറിയില്ല. കണ്ടോക്കി ഇവന്റെ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനാണ് എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. ലാലേട്ടനോട് താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല. ലാലേട്ടന് തിരിച്ചും താല്പര്യം വേണ്ടേ? അത്ര അതപ്പതിച്ച് പോയിട്ടൊന്നും ഉണ്ടാവില്ല ലാലേട്ടൻ. അത്ര ചീപ്പല്ല. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അവനൊക്കെ വെറും മൈരാറല്ലേ? അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ. നമുക്കെന്താ അഖിൽ മാരാറില്ല, അഖിൽ മൈരാർ. പക്ഷെ ദിലീപ് ഭാഗമായി സിനിമ കാണില്ല. കാരണം സംസ്കാരം മനസ്സിലായില്ലേ? ഇതിന് എലിവശോ അല്ലെങ്കിൽ ഹിറ്റോ അതൊന്നും ഏൽക്കൂല. ഇതിന് പന്നിപ്പടക്കം വേണ്ടി. ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ്. മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ്. ദിലീപിന്റെ സിനിമക്ക് ബഹിഷ്കരണ ക്യാമ്പയിൻ നടത്തിക്കും. ഏറ്റവും ബെറ്റർ അതാ. ഇതിന്റെ മുന്നേ പല നടന്മാരുടെയും പല സിനിമകളും ഇതേപോലെ ഒരു വിഭാഗം ആളുകൾ ബഹിഷ്കരണം നടത്തിയിരുന്നു. നമ്മളെ എമ്പുരാനൊക്കെ പോലത്തെ സിനിമ. അന്നൊക്കെ ആ സിനിമ ഏറ്റവും വലിയ റെക്കോർഡിൽ ആ സിനിമ വിജയിച്ചിട്ടേ ഉള്ളൂ. ദിലീപിന്റെ സിനിമകൾ ഇഷ്ടപ്പെടാത്തവരും ദിലീപിന്റെ സിനിമ കാണണ്ടാന്നേ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവര് കണ്ടോട്ടെ. ഇങ്ങനെ കുറെ എണ്ണം കുറച്ചതിന്റെ പേരിൽ ദിലീപിന് എന്തായാലും കൂലിപ്പണിക്ക് പോകേണ്ട ഒരു ആവശ്യം വരില്ല. ദിലീപ് കോടതിയും വിലക്ക് വാങ്ങി. ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി എണീറ്റ് നിന്ന് പോലീസിനും ദിലീപ് വിലക്ക് വാങ്ങി, സർക്കാരിനെയും ദിലീപ് വിലക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാജരാക്കി. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലെ തോന്നലുകൾ മാത്രമാണ്. അതിനൊട്ടും പ്രസക്തിയില്ല. വല്ലാത്ത യാതിരെ